ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യഭാമ രാഘവേട്ടനോട് പറയുക, ഞാനും എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എനിക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമോ എന്ന്. രാഘവേട്ടൻ പുച്ഛത്തോടെ പറയുക, ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളു, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. പപ്പിമോളും സത്യമോളും സ്കൂളിൽ വന്നിരിക്കുവാണ്. സത്യമോള് പപ്പിയോട് ചോദിക്കുക, പപ്പി ഇന്നലെ ചെയ്യാൻ പറഞ്ഞ പ്രോജക്റ്റ് നിന്നോടായിരിക്കും ആദ്യം ടീച്ചർ ചോദിക്കുന്നത്, നീ ചെയ്തോണ്ട് വന്നിട്ടുണ്ടല്ലോ, എല്ലാം കൃത്യമാണെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ. അതിൻ്റെ ആവശ്യമില്ല സത്യെ, ഞാൻ ഇന്നലെ എല്ലാം കറക്റ്റായിട്ട് രാത്രി ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ആ ടോപ്പിക് എനിക്ക് വലിയ ഇഷ്ടമാ സത്യെ, അതുകൊണ്ട് ഒരു പാടും എനിക്ക് തോന്നിയില്ല. രമേശ് ചോദിക്കുന്നു, എന്താ പപ്പി നിന്റെ മുഖത്തൊരു പേടിയുണ്ടല്ലോ, നീ ചെയ്തില്ലയോ? അടുത്തിരിക്കുന്ന കുട്ടി പറയുക, ടീച്ചർ വലിയ ദേഷ്യക്കാരിയാ, ചെയ്തുകൊണ്ട് വന്നില്ലെങ്കിൽ അടി ഉറപ്പാ. എടാ രമേശ്, അവളുടെ മുഖത്ത് പേടിയുണ്ടെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? പപ്പിയെ ആരെങ്കിലും പറഞ്ഞാൽ സത്യം അത് വിട്ടുകൊടുക്കത്തില്ലല്ലോ. പപ്പിയുടെ മുഖം കണ്ടല്ലറിയാം അവൾ ചെയ്തിട്ടില്ല. ഒന്ന് പോടാ ചെറുക്ക, ഇന്നലെ തന്നെ ഞാൻ എല്ലാം ചെയ്ത് തീർത്തിട്ട് തന്നെ വന്നിരിക്കുന്നത്. എനിക്ക് തല്ല് കിട്ടുന്നത് കണ്ട് നീ സൂഹിക്കാവെന്ന് വിചാരിക്കണ്ട. അപ്പോഴങ്ങോട്ട് അവിടെ ക്ലാസ് ടീച്ചർ വന്നിട്ടുണ്ട്. കുട്ടികളെല്ലാം ഗുഡ് മോർണിംഗ് പറയുന്നു, തിരിച്ച് ടീച്ചറും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഇനി എല്ലാവരും ഇന്നലെ തന്നെ ഹോംവർക്കൊക്കെ ഒന്ന് എടുത്തേ. ഇന്നലെ ഞാൻ പത്മിനിയോട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്ന് ടീച്ചറെ, എന്നാൽ ആദ്യം അതെടുക്ക്. പപ്പിയാണെങ്കിൽ ബാഗ് ഫുള്ള് തേടിയിട്ടും അവൾ ഇന്നലെ ചെയ്തു വെച്ച പ്രോജക്റ്റ് അത് കാണുന്നില്ല. എന്താ പപ്പി, എളുപ്പം കൊണ്ട് കാണിക്ക്, ടീച്ചർ തൻ്റെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? അയ്യോ, പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ബാഗിൽ കാണുന്നില്ലല്ലോ സത്യെ. കാണുന്നില്ലെന്നോ? ബാഗിൽ ശരിക്കും നീ ഒന്ന് നോക്ക് പപ്പി. ഞാൻ എൻ്റെ ബാഗ് ഫുള്ള് ചെക്ക് ചെയ്തു, ഇതിനകത്തൊന്നും ഇല്ല സത്യെ. നമ്മൾ ഇന്നലെ ഇത് ബാഗിലെടുത്ത് വെക്കെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ കഴിക്കാൻ പോയത്, പക്ഷെ അമ്മ ഇതിനകത്തൊന്നും വെച്ചിട്ടില്ലല്ലോ. പപ്പി നീ വിഷമിക്കാതെ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ സത്യ ബാഗ് ഫുള്ള് നോക്കിയിട്ടും അതിനകത്ത് പ്രോജക്റ്റ് ഇല്ല. അയ്യോ, കുഴപ്പമായല്ലോ പപ്പി, ഇതിനകത്ത് പ്രോജക്റ്റ് വർക്ക് ചെയ്തത് കാണുന്നില്ലല്ലോ. എന്താ പത്മിനി ഇത്രയും താമസം? എവിടെ, കൊണ്ടുവന്ന് കാണിക്കേ. ടീച്ചറെ, ഞാൻ ഇന്നലെ തന്നെ പ്രോജക്റ്റ് വർക്ക് എല്ലാം ചെയ്തതാ, എന്നിട്ട് പിന്നെ എന്തിയേ? പക്ഷേ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നുപോയി. അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ പത്മിനി. ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എടുക്കാൻ മറക്കുന്നത് എങ്ങനെ? ഇപ്പോൾ വന്ന് പത്മിനി ഭയങ്കര ഉഴപ്പായിട്ട് വരുക. ചെയ്യാൻ ഏൽപ്പിച്ച വർക്ക് ചെയ്യാതെ വന്നാലുള്ള ശിക്ഷ എന്താണെന്നറിയാലോ. ചെയ്ത് തീരുന്നത് വരെ ക്ലാസ്സിന് പുറത്ത് നിൽക്കണം. വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? നാളെ ആ ചെയ്തു വെച്ച വർക്കും കൂടെ ഗാർഡിയനെ വിളിച്ചോണ്ടേ ക്ലാസ്സിലോട്ട് വരാവുള്ളൂ. പറഞ്ഞു കേട്ടല്ലോ, അച്ഛനെ വിളിച്ചോണ്ടേ ക്ലാസ്സിലോട്ട് വരാവുള്ളൂ. ടീച്ചർ അങ്ങനെ പറഞ്ഞതും പപ്പിമോൾ ആകെ സങ്കടപ്പെടുവാണ്. അച്ഛനെ എവിടെ പോയി തപ്പാന്? ഈ ടീച്ചറിന് ഇത് വല്ലതും അറിയാവോ? ഇപ്പോൾ പത്മിനി പോയി പുറത്തു പോയി നിൽക്കി. പപ്പിമോൾ അങ്ങനെ ക്ലാസ്സിൻ്റെ പുറത്ത് നിൽക്കുന്നത് സത്യയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. പപ്പിമോൾ വിചാരിക്കുക, ചേടാ ഇന്നലെ ഞാനും സത്യം കൂടെ കട്ടിലിരുന്നാണല്ലോ ഈ പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്തത്, പിന്നെ ഇത് എവിടെ പോയി? ആ സമയത്താണല്ലോ അമ്മ വന്നിട്ട് ഹോംവർക്കെല്ലാം ചെയ്തു കഴിഞ്ഞോ? നിങ്ങളെ കുറേ നേരം കൊണ്ട് ശാരദാമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുമല്ലേ, ചെല്ല് നിങ്ങൾ ഫുഡ് പോയി കഴിക്ക്. അപ്പോൾ പപ്പിമോൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് പോകാമേ, നിങ്ങൾ പൊയ്ക്കോ, ഞാനിതെല്ലാം എടുത്തു വെച്ചോളാം എന്നൊക്കെ അമ്മ പറഞ്ഞതാണല്ലോ. അമ്മ പിന്നെ ഇത് എവിടാ വെച്ചത്? വീട്ടിൽ തന്നെ വെച്ചോ? ഈശ്വര, നാളെ ഇനി അച്ഛനെയും വിളിച്ചോണ്ട് വരണമെന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ആ ക്ലാസ് പീരീഡ് തീരാൻ പോവാണെന്ന് തോന്നുന്നു. ടീച്ചർ രമേശിനോട് പറയുന്നു, നാളത്തെ പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ട് വരേണ്ടത് രമേശാണ്. വിഷയം എന്താണെന്ന് ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ പറയാം. ഞാൻ പറയുന്നത് പോലെ വരച്ച് കൃത്യമായ കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ പത്മിനി നിൽക്കുന്ന പോലെ നാളെ രമേശൻ നിൽക്കേണ്ടി വരും. ഞാൻ ഇന്ന് പഠിപ്പിച്ചതിൻ്റെ ചോദ്യങ്ങളെല്ലാം നാളെ ഞാൻ ചോദിക്കും. നിങ്ങളൊക്കെ അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കയ്യിലെ ചൂരലായിരിക്കും അതിന് മറുപടി തരുന്നത്. അയ്യോ, അപ്പോൾ അടി ഉറപ്പാ. സത്യ, ടീച്ചർ അവസാനം പറഞ്ഞ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഞാൻ എഴുതിയില്ല. നീ എഴുതിയില്ലെങ്കിൽ എഴുതണ്ടാടാ. ടീച്ചർ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ക്ലാസ് ടൈം കഴിയുന്നു. ടീച്ചർ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ പറഞ്ഞതെല്ലാം നാളെ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം, പ്രത്യേകിച്ചും രമേശ് എന്നും പറഞ്ഞാൽ ടീച്ചർ അങ്ങ് പോവുകയാണ്. സത്യ അവളുടെ ബാഗ് തുറന്ന് നോക്കുമ്പോൾ പപ്പി ഇന്നലെ ചെയ്ത പ്രോജക്റ്റ് വർക്ക് അവളുടെ ബാഗിലിരിക്കുന്നു. ദൈവമേ, പപ്പിയുടെ പ്രോജക്റ്റ് വർക്ക് ദേണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യും? ടീച്ചറും അങ്ങ് പോയല്ലോ. രാമയാൻ്റെ ഇന്നലെ രാത്രിയിൽ പപ്പിയുടെ ബാഗിൽ വെക്കണ്ടതിന് പകരം എൻ്റെ ബാഗിലാണോ വെച്ചത്? ഇതിപ്പോൾ ഞാൻ ഒളിപ്പിച്ച് വെച്ചതാന്ന് പറഞ്ഞ് ടീച്ചർ എന്നെ വഴക്ക് പറയുമല്ലോ. വീട്ടിൽ നിന്ന് അമ്മയെ വിളിച്ചോണ്ട് വരാനും പറയും. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? സത്യ സങ്കടത്തോടെ പപ്പിയെ നോക്കുവാണ്. എൻ്റെ പപ്പി ശ്യാമയാൻ്റെ ഒരുത്തി കാരണമാണ് ഇന്ന് ക്ലാസ് മുഴുവനും പപ്പി വെളിയിൽ നിൽക്കേണ്ടി വന്നത്.
അത് മാത്രമാണോ സത്യ? അച്ഛനെയും വിളിച്ചോണ്ട് വരണ്ടേ? അച്ഛനെയും കൂട്ടിയിട്ട് വന്നില്ലെങ്കിൽ നാളെ ക്ലാസ്സിലും കയറ്റത്തില്ല. ഇന്നലെ രാത്രി നമ്മൾ തന്നെ എടുത്ത ബാഗിൽ വെച്ചാൽ മതിയായിരുന്നു, ഇല്ലേ പപ്പി? അമ്മയെ കൊണ്ട് വെപ്പിക്കാൻ പോയത് കൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. ആ രമേശാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. പപ്പി, അവന് നാളെ പണി കിട്ടും. എൻ്റെ ഈശ്വര, വരച്ചൊപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രോജക്റ്റ് ആയിരിക്കണേ അവന് നാളെ വരേണ്ടത്. അതിനേക്കാളൊക്കെ കഷ്ടമല്ലേ സത്യ അച്ഛനെ വിളിക്കുന്നത്? അതിനൊക്കെ വഴി കാണാം പപ്പി. പപ്പി ഇപ്പം സമാധാനമായിട്ടിരിക്കുക. ശ്യാമയാണെങ്കിൽ വീട്ടുവാതക്കൽ ഇങ്ങനെ കിളി പോയതുപോലെ ഇരിക്കുവാണ്. ശാരദാമ്മ എന്തോ എടുക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ കിടക്കുന്ന ടീപ്പോയിൽ കുട്ടികളുടെ ലഞ്ച് ബോക്സ് അവിടെ ഇരിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളുടെ ലഞ്ച് കൊടുത്തു വിട്ടില്ലയോ ഈ ശ്യാമ? ഇവരുടെ കയ്യിൽ ഞാൻ കൊടുത്തതാണല്ലോ കുഞ്ഞുങ്ങളുടെ ബാഗിൽ വെക്കുന്നത്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യും? എടി ശ്യാമേ, നീ കുട്ടികളുടെ ബാഗിൽ ലഞ്ച് പാത്രം വെച്ചില്ലേ? ഞാൻ വെച്ചായിരുന്നല്ലോ. ഉറപ്പാണോ? ഞാനല്ലേ ചോറെടുത്ത്, അപ്പം ഞാൻ തന്നെയല്ലേ വെക്കേണ്ടത്? അപ്പോൾ പിന്നെ ഇതേത് പാത്രമാ? അയ്യോ, ഇത് ഞാൻ അവരുടെ സ്കൂൾ ബാഗിൽ വെച്ചതായിരുന്നല്ലോ. ശ്യാമേ, ദാണ്ട, നീ ഇനി അതും പറഞ്ഞെന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പിള്ളേരിന് നീ എന്ത് കഴിക്കും? നീ ആർക്ക് വേണ്ടിയാണ് ഈ ജീവിക്കുന്നത്? ഒന്നുകിൽ നീ നിനക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നിന്നെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണം. ശാന്ത വന്ന് ചോദിക്കുന്നു, എന്താ ശാരദാമ്മയെ കാരണം? നോക്ക് ശാന്ത, കുട്ടികൾക്ക് എടുത്തു വെച്ച ലഞ്ച് ബോക്സാ. അത് ഇവിടെ വെച്ചിട്ട് കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാനിനി എപ്പോഴായി ചോറും കൊണ്ട് അങ്ങ് സ്കൂളിലെത്താനാ? കടയിലാണെങ്കിൽ ഇപ്പോൾ ഊണ് കഴിക്കാനുള്ള തിരക്കാ. ശാന്ത, നിന്നെ കൊണ്ട് ഇപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഇവളെന്തെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് വെച്ചാൽ അതുമില്ല. എപ്പോഴും ഇങ്ങനെ സങ്കടവും ദുഃഖവും കാണിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതിനേക്കാളൊക്കെ കൂടുതൽ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നതാ. അന്നൊന്നും ഞാൻ ഇവരുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും ഞാൻ അതെല്ലാം അടക്കി പിടിച്ചു നടക്കും. എല്ലാ ജോലികളും ഒതുക്കി പിള്ളേരെ ഉറക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരയും. നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ? മറ്റുള്ളവരെയും കൂടെ അറിയിച്ച് അവരുടെ സ്വസ്ഥതയും കൂടെ എന്തിനാ നമ്മൾ നശിപ്പിക്കുന്നത്? ഇവൾ അങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഇവൾ അറിഞ്ഞിട്ടുണ്ടോ ശാന്തേ? എൻ്റെ ശാലിനിയും ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും ഇവൾ അനുഭവിച്ചിട്ടില്ല. ഇളയ മകളായതുകൊണ്ട് കുറച്ച് ലാളിച്ചു. അതിൻ്റെ അനുഭവമാണ് ഞാനീ കിടന്ന് അനുഭവിക്കുന്നത്. എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ അതെല്ലാം കേട്ട് സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുവാണ്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, ഒരു കൂസലമില്ലാതെ. ശാന്ത, ഞാൻ ഈ ചോറ് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം എന്നിങ്ങനെ പറയുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. ആ പൊന്നി, എന്താ ഒരു പതിവില്ലാതെ? എല്ലാവരെയും ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. ശ്യാമ അകത്തുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ ഒന്ന് പോകണം. എന്നാൽ പൊന്നി വന്ന ഈ ഓട്ടോയിൽ തന്നെ ഞാനങ്ങ് പോകട്ടെ എന്നും പറഞ്ഞ് പെട്ടെന്ന് ശാരദാമ്മ ആ ഓട്ടോയിൽ കയറി സ്കൂളിലോട്ട് പോവുകയാണ്. പൊന്നി ശാന്തയോട് ചോദിക്കുന്നു, ഇപ്പോഴെന്താ സ്കൂളിൽ ചോറും കൊണ്ടുപോകുന്നത്? സമയം ഒരുപാട് വൈകിയല്ലോ. അത് ശ്യാമക്കുഞ്ഞ് ആ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിയത്. കുട്ടികളുടെ ചോറെടുത്ത് വെച്ചു, പക്ഷേ അത് ബാഗിലല്ല വെച്ചത്, ഇവിടെ ടേബിളിലാണ്. പപ്പിമോളുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണല്ലോ ശ്യാമക്കുഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാം വെച്ചാലും വീണ്ടും സ്കൂളിൽ പോകുന്ന സമയത്ത് വീണ്ടും തുറന്നെല്ലാം നോക്കും, എല്ലാം വെച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ എന്തു പറയാനാ? മുറി അടച്ചിട്ട് എപ്പോഴും കരച്ചില്ല. പുറത്തോട്ടൊന്ന് ഇറങ്ങി വരികയോ ആരോടും സംസാരിക്കുകയോ പോലും ചെയ്യത്തില്ല. പിന്നെ എങ്ങനെയാ ഉള്ളിലുള്ള സങ്കടമൊക്കെ മാറുന്നത്? ഒറ്റയ്ക്കിനെ ചിന്തിച്ചു കൂട്ടിയാൽ സങ്കടം കൂടത്തതല്ലേ ഉള്ളു. ഞാൻ എന്തായാലും ശ്യാമക്കുഞ്ഞിനെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് പൊന്നി ശ്യാമയുടെ അടുത്തോട്ട് പോവുകയാണ്. സ്കൂളിലാണ് ഈ പപ്പിയും സത്യവും കൂടെ ലഞ്ച് ബോക്സ് നോക്കിയിട്ട് ബാഗിനകത്തെങ്കിലും ലഞ്ചില്ല. കുട്ടികളാകെ വിശന്ന് നിൽക്കും. എന്ത് ചെയ്യാനാ പപ്പി, നിന്റെ ബാഗിലും ലഞ്ചില്ല? ഇല്ല സത്യ, എൻ്റെ ബാഗിലും വെച്ചിട്ടില്ല. അപ്പോൾ ശ്യാമയാൻ്റെ നമ്മളുടെ ബാഗിൽ ചോറും വെച്ചിട്ടില്ല. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? വിശപ്പ് സഹിച്ചിരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ശ്യാമയോടെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുവാണ്, എനിക്ക് എന്താണ് ശരിക്കും പറ്റിയത്? ഞാനായിട്ട് തന്നെയാണല്ലോ ദൈവമേ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് കുട്ടികളുടെ ചോറ് പാത്രം പോലും അവരുടെ ബാഗിൽ വെക്കാൻ മറന്നുപോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണോ? എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു പരിഹാസപാത്രമായിട്ട് മാറുവാണോ ഈശ്വര? എനിക്കൊന്നും അറിയില്ല. എനിക്കിപ്പോൾ എന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ. വിദൂരതയിലോട്ട് നോക്കിയിരുന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്യാമയെ കണ്ടിട്ട് പൊന്നിക്ക് സഹിക്കുന്നില്ല. ശ്യാമക്കുഞ്ഞേ, ശ്യാമ പൊന്നിയെ കണ്ടിട്ട് പൊന്നി ചേച്ചി എന്ന് പറഞ്ഞ് പെട്ടെന്ന് കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. എന്താ ശ്യാമക്കുഞ്ഞ്? എൻ്റെ ശ്യാമക്കുഞ്ഞിന് എന്ത് പറ്റി? എനിക്കറിയില്ല പൊന്നി ചേച്ചി, എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്.
കുട്ടികളുടെ ഭക്ഷണക്കാര്യമൊന്നും കുഞ്ഞ് മറക്കാറുള്ളതല്ലല്ലോ. എടുത്തു വെച്ചതെല്ലാം കൃത്യമായിട്ടുണ്ടോയെന്ന് ഒന്നുകൂടെ പരിശോധിച്ചിട്ടേ കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞു വിടത്തുള്ളായിരുന്നു. ആ കുഞ്ഞിനിത് എന്തു പറ്റി? പൊന്നിച്ചേച്ചി, കുട്ടികൾക്ക് 2 പേർക്ക് ചോറ് ഞാനാ എടുത്തത്. പക്ഷെ ഞാനത് അവരുടെ ബാഗിലോട്ട് എടുത്ത് വെച്ചില്ല. അതിനു മുൻപേ എൻ്റെ ഓർമ്മ എവിടെയോ പോയി. കുട്ടികൾ ഇത്രയും നേരം വിശന്നിരിക്കണമല്ലോ എന്നോർത്തായിരിക്കും ശാരദാമ്മ വഴക്ക് പറഞ്ഞത്. കുഞ്ഞതൊന്നും കാര്യമാക്കണ്ട, അമ്മമാരല്ലേ, അവർ വഴക്കൊക്കെ പറയുമല്ലോ. അല്ല പൊന്നിച്ചേച്ചി, എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? സത്യാമ്മ ചെറിയൊരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പലഹാരങ്ങളൊക്കെ ചെറിയ പാക്കറ്റുകളിലാക്കി കുടിൽ വ്യവസായം പോലെ ഓരോരുത്തരത്ത് കൊണ്ടു കൊടുക്കണം. കടകളിൽ നിന്നൊക്കെയാണ് ഓർഡർ എടുക്കേണ്ടത്. ഇവിടെ 1-2 കടകളുണ്ട്, അവിടേക്ക് ഒന്ന് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓർഡർ കിട്ടിയാൽ ഇന്ന് കൊടുക്കുന്നതിനൊപ്പം കൊടുക്കാമല്ലോ. ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണല്ലോ, ഒന്ന് കയറാമല്ലോ എന്ന് കരുതി വന്നത്. ഒരു ദിവസം ശ്യാമക്കുഞ്ഞ് അങ്ങോട്ട് തന്നെ ഇറങ്ങ്, സത്യാമ്മയും രാഘവൻ സാറിനെയൊക്കെ ഒന്ന് കാണാമല്ലോ. എന്നെ കണ്ടാൽ സത്യാമ്മ ബഹളം വെക്കും. എൻ്റെ മനസ്സാകെ ചത്തിരിക്കുക പൊന്നിച്ചേച്ചി. ജീവിക്കാൻ തന്നെ ഇപ്പോൾ എനിക്ക് ആഗ്രഹവുമില്ല, മരിക്കാനാണെങ്കിൽ അതിനുള്ള ധൈര്യവും ഇല്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഞാനിത് ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. കുഞ്ഞെ, അത് രോഹിത് സാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതിരുന്നാൽ വെറുതെ എന്തിനാ ഇങ്ങനെ വഴക്കം വെച്ചോണ്ട് മുന്നോട്ട് പോകുന്നത്? ഞങ്ങളുടെ ഈ വഴക്കൊന്നും പെട്ടെന്ന് തീരില്ല പൊന്നിച്ചേച്ചി. ചെറിയ ചെറിയ വഴക്കുകളൊന്നും ഞങ്ങളെ ബാധിക്കാറേയില്ല. ഞങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അതൊരു പക്ഷേ ഒത്തുതീർപ്പ് ചർച്ചയിലൊന്നും പരിഹരിക്കാവുന്നതല്ല. വഴക്കും ബഹളവും ഒന്നുമില്ലാതെ എങ്ങനെങ്കിലും മുന്നോട്ട് പോകാൻ നോക്കണം കുഞ്ഞെ. ഞാനിനി ഇറങ്ങട്ടെ കുഞ്ഞ്. താമസിച്ച് ചെന്നാലേ സത്യാമ്മ ഇനി അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കും. പൊന്നിച്ചേച്ചി എന്ന് പറഞ്ഞ ശ്യാമ വീണ്ടും പൊന്നിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എൻ്റെ കുഞ്ഞ് കരയാതെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. എല്ലാം ശരിയാകുമെന്നേ. ശരിയാകാതെ പിന്നെ എവിടെ പോകാനാ? അപ്പോൾ ഫ്രണ്ട്സ്, പൊന്നി പറഞ്ഞത് കറക്റ്റാണ്. എല്ലാം ശരിയാകാതെ പിന്നെ എവിടെ പോകാനാ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.